മഞ്ഞില് കുളിച്ച് കിടക്കുന്ന ഇഷ്ടം പോലെ. ഓടി ഓടി ഇറങ്ങിയാണ്. ഉരുണ്ട് പോയാ നമ്മളെ പിടിക്കൂലേ? നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഇതേപോലത്തെ പാരന്റ്സ്? നോക്കിയ കീറി പാന്റ് കീറിയ ഇവിടെ തയ്ക്കാൻ ആളില്ല. ഇഷ്ടംപോലെ ഇപ്പൊ പൊള്ളിയിട്ടുണ്ട്. നമ്മളെന്താ പറയുക, യാത്ര പോവുകയാണ്. ഇഷ്ടം പോലെ മാമൂനുമായിട്ട് ഞങ്ങള് പൊന്മുടി പോവുകയാണ്. ഇഷ്ടംപോലെ ചേട്ടൻ എന്താ കട തുറന്നില്ല? എന്ത് പറ്റി? അണ്ണനെ കയ്യോടെ നോക്കിയിട്ടുണ്ട് നമ്മള്. കട തുറക്കാത്ത എന്ത് പറ്റി? മൂലമറ്റത്ത് തീ പിടിച്ചു, അതുകൊണ്ട് നനയ്ക്കാൻ പോണം. ക്യാമറ കണ്ടപ്പോ അപ്പൊ കണ്ണാടി വെച്ചു, സുന്ദരനായി. അപ്പന്റെ ഫാൻസ് കമന്റ് ചെയ്യട്ടെ. എന്റെ ഡാഡിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. ചുമ്മാ നമ്മൾ പോകുന്ന വഴികളെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂടത്താണ് നമ്മളൊന്ന് ഇത്ര തണുപ്പ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഇതിനിടയ്ക്ക് പോണ വഴിയെല്ലാം മഴയായി. ഇനിയിപ്പോ കയറ്റി വിടും. കയറ്റി വിടും. കാറ്റ് വിട്ടില്ലെങ്കിൽ എത്ര എന്റെ ഇഷ്ടം പോലെ കാറ്റ് വിട്ടില്ലെങ്കിൽ എന്തോന്നു കേറിപ്പോകും. ഓഹോ. അപ്പൊ പൊന്മുടി വരുന്നവർ ശ്രദ്ധിക്കുക, ഗതാഗത തടസ്സമുള്ളത് കൊണ്ട് വേറെ റൂട്ട് തിരിച്ചു ബോണക്കാട് വഴിയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കാട്ടിൻ്റെ അകത്തൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട് മഴയും കൂടെ പെയ്യുന്നത് കൊണ്ട്. ഇത് വീഡിയോസിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവിടെയൊക്കെ നല്ല അടിപൊളി ഫോഗാണ്. മഞ്ഞ് ഒന്നും കാണുന്നില്ലല്ലേ അപ്പുറത്ത്. ലാസ്റ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് തള്ളല്ലേ കാണാനൊക്കെ പറ്റും, പക്ഷെ നല്ല ഭംഗിയാണ്. അത്രയ്ക്കൊന്നും കാണുന്നില്ല. നല്ല രസമുണ്ട്. ഒരു പെയിന്റിംഗ് ഇരിക്കുന്ന പോലത്തെ അന്തരീക്ഷമാണ്. തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. കാണികളാ പോയി. പിന്നെ ഞാൻ കാണാത്തിന്റെ ആ സ്ഥലം ഒരിക്കണ്ട തിരുവനന്തപുരത്ത്. വലിയ പുള്ളിയാണ് ഇവിടെ ഇരിക്കുന്നത്. പോയി കാണടാ. നമ്മളെ കൂടെ കൂട്ടോ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ അല്ലേ? ഓ, ഫോഗാണ്. കൊക്ക് നോക്കണ കൊക്ക. നീ ഇവിടെ ഇത്രയും ചേർത്താണ് നീ ഒതുക്കിയത്. കൊക്കയിലോട്ട് വിഴുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പിന്നെ അല്ലാതെ ഇവിടെ സ്നാക്സ് വാങ്ങിച്ചത്. ലോങ് ഡ്രൈവിന് ശേഷം കുറച്ച് ഒരു ടീ ബ്രേക്ക് ആണ്. മമ്മി നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. വയനാട് എപ്പോ ഉണ്ടോ? അടിപൊളി. ഇത് കൊള്ളാമോ? അത് ചായ ഉണ്ട്. മാങ്ങ ഉണ്ടോ? സൂപ്പർ, അടിപൊളി. മാങ്ങ ഉണ്ട്. കോപ്പേര മാങ്ങ. അത് കോപ്പേര മാങ്ങ. ആദ്യത്തെ ഫുഡ് സ്പോട്ട് നമ്മൾ ഫിനിഷ് ചെയ്താ പോവുകയാണ്. വീട്ടില് ഫാമിലി ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാം. എന്തുവാ നമ്മുടെ പൊന്മുടി മഞ്ഞില് കുളിച്ച് കിടക്കുന്ന ഇഷ്ടം പോലെ. മതിയാക്കണ പപ്പേനെ കൊറേ നേരം ആയില്ല ചെറിയെന്ന് പറയും. നിങ്ങൾക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് വേണോ മാഗി വേണോ? ഒരു മാഗി തരണേ. ഹെൽത്തി കുട്ടായി നമ്മളുടെ ബ്രെഡ് ഫ്രൈ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഹെൽത്തി കുട്ടായി ഡബിൾ ഓംപ്ലേറ്റ് വാങ്ങിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കൈ ഇഷ്ടം പോലെ. റിവ്യൂ ആര് പറയും? എപ്പടി സ്റ്റാർ ഇഷ്ടം പോലെ ഇപ്പൊ പൊള്ളിയിട്ടുണ്ട്. താങ്ക് യു. ഓ, ഈ വ്യൂവില് ഈ മാഗി അടിപൊളി തന്നെയല്ലേ? ഓ, ഇതാ വീണ്ടും അടുത്ത ചായ. ചായ നമ്പർ 2.
ജോർജ് ഇതാ തുപ്പിട്ടാ കൊടുക്കുന്നു. ഊതിയാറ്റി കൊടുത്തത്. ഇവിടെ നല്ല സ്ഥലമുണ്ട്, ഒതുക്കിയോ. അഥവാ വീണെങ്കിൽ നമ്മളെ അറിയാൻ പറ്റുമല്ലേ. ഇപ്പൊ സാഹസിയൊന്നും കാണിക്കരുത്. അപ്പൻ്റെ വിറകടുപ്പുള്ള അടുക്കളയല്ല ഇത് വേറെ സ്ഥലം. നമ്മളെ ചുള്ളം പയ്യനും വന്നിട്ടുണ്ട്. ചുള്ളം പയ്യൻ ഗ്ലാസും വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ചുള്ളൻ പയ്യന്റെ അമ്മയും പണ്ട് വന്നപ്പോ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഓ, ഇപ്പൊ ഇത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് ഇത്രയും ഭംഗിയാക്കിയതല്ലേ. പുതിയ പുതിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചെന്ന് പണ്ട് വന്നതുപോലെ അല്ല അല്ലേ. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓ, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. എവിടെ പോണു? ഓ, നില്ലേ ഉരുണ്ട് പോയാ നമ്മളെ പിടിക്കൂലേ. വ്യൂ ഇത് രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. നല്ല വ്യൂ. ഓ, നല്ല വ്യൂ. പിന്നെന്ത് സ്റ്റൈൽ ഈ വ്യൂവിനെ കണ്ണാടി വെക്കി. ഓ, മാസായി. അല്ല, നമ്മൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. ഹൈ റേഞ്ചില് ഔട്ട് ഓഫ് നെടുമങ്ങാടല്ല, പൊന്മുടി. നമ്മൾ അവിടെ നിന്ന് ചാടി പോയി. ഹലോ പോയി കട്ടായി. അമ്മേനെ പിടിച്ചിറങ്ങില്ല. ഇറക്കല്ല, ക്രെയിൻ വിളിക്കേണ്ട ഒരു കാറ്റായി. സ്നേഹമുള്ള ഭർത്താവ് ഭാര്യ അങ്ങ് 100 നിർത്തിയിട്ട് വന്നിരിക്കുകയാണ്. അതന്നെ, പിന്നെ ക്രെയിൻ വിളിക്കേണ്ട ഒരു അടുത്ത് എത്തുമ്പോൾ തന്നെ കുറെ സമയം പിടിക്കും. ഓ, ഈ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. പൊന്മുടി നമ്മളെ ചതിച്ചില്ല. അല്ല, ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്ത ആൾക്കാരെ സമ്മതിക്കണം അല്ലേ. ലാൻഡ്സ്കേപ്പ് ചെയ്ത ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ. ബിഗ് ബോസ്. The boss did a good job. ഹലോ ഗൈസ്. നോക്കിയ കയറി പാന്റ് കയറിയ ഇവിടെ തയ്ക്കാൻ ആളില്ല. എന്നെ അല്ലേ ഇതല്ലേ. എന്നപ്പാ നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ ഇതേപോലത്തെ പാരന്റ്സ്? കമന്റ് ചെയ്യ്. ഇവിടത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഏത് മലയിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഏത് മലയിൽ കയറി പോകുന്നത്? നമ്മൾ ഈ മല തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളിതാ ഓടി കയറുകയാണ്. പഴയതുപോലെ ഒന്നല്ല, മുട്ട് പിടിക്കും. ജൂലിയ വാട്ട് യു ഡൂയിങ്? എന്നെ ഇവിടെ കൊണ്ടുപോകും. അയ്യോ, മല കയറുകയാണ്. ഒരാളങ്ങെത്തി പുതിയ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. രണ്ടാമത്തെ ആള് ഇങ്ങനെയാ. ഇതൊക്കെ എന്ത് ഇനി പയ്യ ഇങ്ങനെ ഓടി കയറിയിരിക്കുകയാണ് മലകൾ. എവിടെയാ വ്യൂ? എവിടെ? സൂപ്പറാ. ശ്വാസം കണ്ടല്ലോ അല്ലേ? ശ്വാസം കിട്ടുന്നുണ്ടോ? നല്ല ഫ്രഷ് എയർ അല്ലേ? സൂപ്പർ, വർത്ത് ഇറ്റ്. കേട്ടില്ല വ്യൂ. ആരോ കമന്റ് അടിക്കുന്നുണ്ട്, മൂലമറ്റത്തിൽ എന്തോ തീ പിടിക്കുന്നു. പിന്നെ ഇവിടെ കയറിയില്ലെങ്കിൽ നഷ്ടമല്ലേടാ. നടക്കുന്നുണ്ടല്ലേ. പിന്നെ ഈ മലമുകളിൽ നിന്ന് 2 ഫിലോസഫി പറയാല്ലേ. നീ വീട്ടിനകത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കാതെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്നു ആസ്വദിക്കും. Look at this view. ചുരണ്ടിക്കൊണ്ടിരിക്കാതെ ഇവിടെ വന്ന് ആസ്വദിക്കും. മണിത 6 മണിയായി. വീട്ടിൽ പോകണില്ലേ? വീട്ടിൽ പോകണില്ലേ? വീട്ടിൽ പോകണ എന്നിട്ടാ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണ്ടേ? സൂചിച്ച് കിടക്കണല്ലേ വീട്ടിൽ അല്ലേ? അപ്പൊ നോക്ക്, നല്ല അടിപൊളി പട്ടികളെ കൊണ്ടുവരണം. പട്ടിയെ മേക്കി ഇറക്കിയത്. പട്ടിയ ഒരു സ്നേഹമാണ്. പുല്ല് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ പുല്ല് കഴിക്കുന്നല്ല, അത് മൂത്രം ഒഴിക്കാൻ വേണ്ടി. ഇതുവരെ കുന്നിന്റെ മുകളിൽ പണ്ട് ആടാണ് മേഞ്ഞോണ്ടിരുന്നത്. ഇപ്പം പട്ടികളാണ് മേയണം, അത്രേ ഉള്ളൂ. കാലം മാറി. ഇതൊന്നും ഇട്ട് പട്ടിസ്നേഹികളെന്ന് എന്നിട്ട് കൊല്ലല്ലേ. ഇതൊരു തമാശ പറഞ്ഞാണ്. കാരണം കുന്നിന്റെ മുകളിലൊന്നും ആടില്ല, പട്ടികൾ മാത്രമേ ഉള്ളൂ. ഇതാ പോണ് ബബ്ബരാട്.
അടിപൊളി ജീപ്പ് കേട്ടോ പോലീസുകാരന്മാരുടെ. അങ്ങനെ പൊന്മുടിയുടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങി പോവുകയാണ്. ഇഷ്ടംപോലെ ചേട്ടൻ ഇഷ്ടംപോലെ കാഴ്ചകൾ കണ്ടു. തുടർന്ന് നമ്മൾ വണ്ടിയിലേക്ക് ലെറ്റ്സ് ഗോ. ഇന്നത്തെ ദിവസം നമ്മൾ പൊന്മുടിയോട് ഇവിടെ പറയുകയാണ്. വീണ്ടും കാണാം. വീണ്ടും പറക്കും മണക്കം. തിരുമ്പി വരക്കും സന്ധിക്കും വരയ്ക്കും സന്ധിക്കും വരക്കും സന്ധിക്കും വരക്കും മണക്കം. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ എന്തൊക്കെയാണ്?